Hi students, work and energy എന്ന് പറയുന്ന ചാപ്റ്ററിൽ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സോൾവിങ് ഇക്വേഷൻ ഓഫ് ഹാർമോണിക് മോഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വൺ ഡയമെൻഷണൽ മോഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇൻ്റഗ്രൽ a to b f of x dx is equal to half mvb square minus half mva square ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെർട്ടിക്കലി ത്രോൺ അപ്വേർഡ് അല്ലേ, ആ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അതേ സംഗതി ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻ്റഗ്രൽ a to b f of x dx is equal to half mvb square minus half mva square എന്ന് പറയുന്ന റിലേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഹാർമോണിക് മോഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ സോൾവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളൊരു സിമ്പിൾ പെൻഡുലമാണ് കൺസിഡർ ചെയ്യുന്നത്. ആ സിമ്പിൾ പെൻഡുലം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലേ, ഇവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ല എന്ന് കരുതുക. അപ്പോൾ അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം പൊസിഷൻ തന്നിരിക്കുന്നു, x0 ആണ്, m ആണ് നമ്മുടെ മാസ് ഓഫ് ദ ബോബ്, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോബ് v0 ആണ് എന്ന് കരുതുക. അപ്പോൾ 0 എന്ന് പറയുന്ന ആ ഒരു ടൈം, ആ ടൈമിൽ നിന്ന് അത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് അത് ടി ടൈം ആവുമ്പോൾ അത് എക്സ് എന്ന് പറയുന്ന പൊസിഷനിലെത്തുന്നു. ഓക്കെ, അത് അതിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്തായാലും അവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി v ആണ്. ഓക്കെ, അല്ലെങ്കിൽ ടേണിംഗ് പോയിൻ്റ് അല്ല, ഒരു പർട്ടിക്കുലർ പൊസിഷനാണ് എക്സ്, അവിടെ വെലോസിറ്റി v ആണ്. അപ്പോൾ ഈ ഒരു കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു, ഇൻ്റഗ്രൽ a to b f of x dx is equal to half mvb square minus half mva square ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ a എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പൊസിഷനാണ്, അതിവിടെ x0 ആണ്, അപ്പോൾ എയുടെ സ്ഥാനത്ത് x0 കൊടുത്തു. b എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷനാണ്, അത് ഇവിടെ x ആണ്, അപ്പോൾ ബിയുടെ സ്ഥാനത്ത് x കൊടുത്തു. f of x dx ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി ബി സ്ക്വയർ, ഫൈനൽ വെലോസിറ്റി ഇവിടെ v ആണ്, അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ എന്ന് വരും, മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ, വി എ എന്ന് പറയുന്നത് ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി v0 ആയതുകൊണ്ട് ഹാഫ് എം v0 സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കിട്ടുക, ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം v0 സ്ക്വയർ ഈക്വൽ ടു ഇൻ്റഗ്രൽ x0 ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിയാം, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കുമ്പോൾ ഇവിടെ ഈ സിമ്പിൾ പെൻഡുലത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആയിരിക്കും അല്ലേ. അതായത് ഇക്വിലിബ്രിയം പൊസിഷൻ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. ആ ഒരു മോഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആയിരിക്കും. അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രത്യേകത. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, കെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അല്ലേ. അപ്പോൾ ഇവിടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. കെ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും നോക്ക്, ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം v0 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x0 ടു എക്സ് മൈനസ് കെ എക്സ് ഡി എക്സ് എന്നായിട്ട് മാറും അല്ലേ, മൈനസ് കെ എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം v0 സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഈ മൈനസ് കെ കോൺസ്റ്റൻ്റ് ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്, മൈനസ് കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഈ എക്സിന് മാത്രമാണ്, ഇൻ്റഗ്രൽ x0 ടു എക്സ് എക്സ് ഡി എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം v0 സ്ക്വയർ എൽ എച്ച് എസിൽ അതുപോലെ തന്നെ നിൽക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ബൈ 2 ആണ് കിട്ടുക, ലിമിറ്റ് അപ്ലൈ ചെയ്യണം, x0 ടു എക്സ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് എം വി, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം v0 സ്ക്വയർ ഇസ് ഈക്വൽ ടു അല്ലേ, ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം v0 സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ് കെ, മൈനസ് ഹാഫ് കെ, മൈനസ് ഹാഫും കോൺസ്റ്റൻ്റ് ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്, അപ്പോൾ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ മൈനസ് x0 സ്ക്വയർ എന്ന് വരും അല്ലേ, എക്സ് സ്ക്വയർ മൈനസ് x0 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് വി സ്ക്വയർ മൈനസ് v0. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇവിടെ 1/2 എം കൊണ്ട് രണ്ട് സൈഡും ഞാൻ ഡിവൈഡ് ചെയ്യാണ്, ഇക്വേഷൻ്റെ എൽ എച്ച് എസും ആർ എച്ച് എസും 1/2 എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 1/2 എം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വി സ്ക്വയർ ഉള്ളൂ, അപ്പോൾ വി സ്ക്വയർ മൈനസ് v0 സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ 1/2 എം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 പോയി, കെ ബൈ എം വരും അല്ലേ, മൈനസ് കെ ബൈ എം എക്സ് സ്ക്വയർ മൈനസ് x0 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമ്മുടെ ബോബ് അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ പെൻഡുലം സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റിൽ ഇരുന്നു കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഒരു റെസ്റ്റിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഓസിലേഷൻ ബിഗിൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ v0 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കുക, ഇഫ് എസ് എച്ച് എം സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് v0 ഈക്വൽ ടു 0 ആണ്.
അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്ത് വരും നോക്ക്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു അല്ലേ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം എക്സ് സ്ക്വയർ മൈനസ് എക്സ് സീറോ സ്ക്വയർ എന്ന് വരും അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു അതിനെ വേണമെങ്കിൽ ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സീറോ സ്ക്വയർ എന്നുള്ളത് മൈനസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാക്കാം. ഓക്കെ, അപ്പോൾ എന്തുവരും വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ വി എത്ര വരിക, വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ. ഇനി വി എന്ന് പറയുന്നത് നമുക്കറിയാം ഡി എക്സ് ബൈ ഡി ടി ആണ് അല്ലേ. വി ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ് ബൈ ഡി ടി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ ഈ റൂട്ട് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതിനെ നമ്മൾ എൽ എച്ച് എസിലേക്ക് എടുക്കുന്നു. അപ്പോൾ അതെന്താവും, 1/റൂട്ട് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നായിട്ട് മാറും. പിന്നെ അവിടെ എന്താ അവശേഷിക്കുന്നത്, ഡി എക്സ്. അപ്പോൾ എൽ എച്ച് എസ് എന്തായി, 1/റൂട്ട് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആയി. ഈ ബൈ ഡി ടിനെ എൽ എച്ച് എസിലെ ബൈ ഡി ടിനെ ഇങ്ങോട്ട് ഇടുമ്പോൾ ഇൻറ്റു ഡി ടി ആവും അല്ലേ. അപ്പോൾ എന്ത് വരും, സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം ഡി ടി എന്നായിട്ട് മാറും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഈ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1/റൂട്ട് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ഡി ടി എന്നാണ് നമുക്ക് കിട്ടുന്നത്. രണ്ട് സൈഡും ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും, സ്ക്വയർ ഇൻറ്റഗ്രൽ എക്സ് സീറോ ടു എക്സ് 1/റൂട്ട് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് അല്ലേ. എക്സ് വാരി ചെയ്യുന്നത് എക്സ് സീറോ മുതൽ എക്സ് വരെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ എക്സ് സീറോ ടു എക്സ് 1/റൂട്ട് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. എക്സ് സീറോ എക്സ് എന്നിങ്ങനെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും യഥാക്രമം കൊടുക്കാൻ സാധിക്കും, കാരണം എക്സ് സീറോ ടു എക്സ് ആണത് ഓസിലേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കുക, ഇവിടെയോ ടൈം പറയുകയാണെങ്കിൽ 0 to t ആണത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലോവർ ലിമിറ്റ് ഇവിടെ 0 കൊടുക്കാം, ഇവിടെ t കൊടുക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം ഡി ടി. ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നോക്കി നോക്കുക, ഇവിടെ ഇതിൻ്റെ എൽ എച്ച് എസ് ഇൻറ്റഗ്രൽ എക്സ് സീറോ ടു എക്സ് 1/റൂട്ട് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റഗ്രൽ 1/റൂട്ട് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൽ അത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് സീറോ എന്നാണ് കിട്ടുക. ഓക്കെ, ഇൻറ്റഗ്രൽ എക്സ് സീറോ ടു എക്സ് 1/റൂട്ട് എക്സ് സീറോ സ്ക്വയർ ഡി എക്സ് അതാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ലിമിറ്റ് അവിടെ നിൽക്കട്ടെ. ഇൻറ്റഗ്രൽ 1/റൂട്ട് എക്സ് സീറോ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് സീറോ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഇത് അപ്പോൾ എങ്ങനെ കിട്ടും നോക്ക്, ഇതെത്രയാണ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് സീറോ. ലിമിറ്റ് അപ്ലൈ ചെയ്യണം എക്സ് സീറോ ടു എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ് ഇൻറ്റഗ്രൽ 0 to t റൂട്ട് കെ ബൈ എം ഡി ടി. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം നമ്മൾ എൽ എച്ച് എസിൽ ആദ്യം. അപ്പോൾ എന്തൊരു സൈൻ ഇൻവേഴ്സ് ആദ്യം എക്സ് കൊടുത്തു, എക്സ് ബൈ എക്സ് സീറോ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സീറോ കൊടുക്കണം. പിന്നെ എക്സ് സീറോ ബൈ എക്സ് സീറോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം പുറത്തേക്ക് എടുത്തു, ഇൻറ്റഗ്രൽ ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ ടി ആ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 to t ആയതുകൊണ്ട് t മൈനസ് 0 t തന്നെ കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് സീറോ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് സീറോ ബൈ എക്സ് സീറോ എത്രയാണ്, സൈൻ ഇൻവേഴ്സ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം ടി എന്ന് കിട്ടും. ഇനി സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് π/2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് സീറോ മൈനസ് π/2 ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം ടി എന്ന് കിട്ടി. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം ഇസ് ഈക്വൽ ടു ω0 ആണ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ അല്ലേ, അല്ലെങ്കിൽ ഹാർമോണിക് മോഷനിലെല്ലാം അങ്ങനെയാണ്. അത് നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണ്. ഓക്കെ, 2π/t ആണ്, 2πf ആണ് ഈ ω0 എന്നൊക്കെ നമുക്കറിയാം. ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഹാർമോണിക് മോഷൻ ആണ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം ഇസ് ഈക്വൽ ടു ω0 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇക്വേഷൻ എങ്ങനെയായി, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് സീറോ മൈനസ് π/2 ഇസ് ഈക്വൽ ടു ω0t എന്നായിട്ട് മാറി. ഈ മൈനസ് π/2 ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോയി അത് പ്ലസ് π/2 ആയി. അപ്പോൾ എക്സ് നമുക്ക് എന്ത് കിട്ടി നോക്കി നോക്ക്, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് സീറോ ഇസ് ഈക്വൽ ടു ω0t പ്ലസ് π/2. ഈ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ബൈ എക്സ് സീറോ എത്ര കിട്ടുക, സൈൻ ഇൻവേഴ്സ് അങ്ങോട്ട് പോകുമ്പോൾ സൈൻ ആവും, സൈൻ ω0t പ്ലസ് π/2. എക്സ് ബൈ എക്സ് സീറോ ഇസ് ഈക്വൽ ടു സൈൻ ω0t പ്ലസ് π/2 എന്ന് കിട്ടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സൈൻ ω0t പ്ലസ് π/2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് കോസ് ω0t ആണ്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. π/2 ആയതുകൊണ്ട് തന്നെ അത് സൈന് മാറിയിട്ട് കോസ് ആവും അല്ലേ. അപ്പോൾ അവിടെ വരുന്നത് കോസ് ω0t എന്നാണ് നമുക്ക് കിട്ടുക, സൈൻ ω0t പ്ലസ് π/2 ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എക്സ് ബൈ എക്സ് സീറോ ഇസ് ഈക്വൽ ടു കോസ് ω0t. എക്സ് അപ്പോൾ എത്ര വരിക നോക്കുക, എക്സ് സീറോ കോസ് ω0t എന്ന് കിട്ടും. അപ്പോൾ ഇറ്റ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എസ് എച്ച് എം അല്ലേ. ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എസ് എച്ച് എം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സീറോ കോസ് ω0t എന്നാണ്. ഓക്കെ, ഇവിടെ എക്സ് സീറോ എന്ന് പറയുന്നത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്, അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. നമുക്കറിയാം ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഹാർമോണിക് മോഷൻ ആണ് എക്സ് സീറോ എന്ന് പറയുന്നത്. ഈ ω0t എന്ന് പറയുന്നത് ശരിക്കും ഫേസ് ആണ്. ഓക്കെ, ഫേസ് ഓഫ് ഓസിലേഷൻ എന്നൊക്കെയാണ് അതിനെ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ
ഒരു ടി എന്ന് പറയുന്ന ടൈമിൽ നമ്മുടെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പൊസിഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ നമ്മളപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്റഗ്രൽ a to b f of x dx is equal to half mv b square minus half mv a square എന്ന് പറയുന്ന നമ്മുടെ വൺ ഡയമെൻഷണൽ മോഷനിലെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു ഇക്വേഷൻ അല്ലേ, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ്റെ സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വർക്ക് എനർജി തിയറം ആണ് പറയുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഹാഫ് എം വി ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി അല്ലെ. വെൻ ഇന്റഗ്രേറ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ വി ഗെറ്റ് ഹാഫ് എം വി ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഹാഫ് എം വി ബി സ്ക്വയർ എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ ആയിട്ടുള്ള ബിയിൽ ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജിയാണ്. അതിന് നമുക്ക് ഫൈനൽ കൈനറ്റിക് എനർജി കൊടുക്കാം, അതിന് കെ ബി എന്ന് കൊടുക്കാം അല്ലെ. ഹാഫ് എം വി ബി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ കെ ബി, ദാറ്റ് ഇസ് ഫൈനൽ കൈനറ്റിക് എനർജി. ഹാഫ് എം വി എ സ്ക്വയർ എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷൻ ആയിട്ടുള്ള എയിൽ നിൽക്കുമ്പോൾ ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജിയാണ്. അതിന് ഞാൻ കെ എന്ന് കൊടുക്കുകയാണ്, ഇനീഷ്യൽ കൈനറ്റിക് എനർജി അല്ലെ. ഹാഫ് എം വി സ്ക്വയർ വി സ്ക്വയർ ഈക്വൽ ടു കെ, ദാറ്റ് ഈസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇവിടെ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, ഡി എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, എലമെന്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മാറും. അത് ഇവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ആണ് ശരിക്കും അല്ലെ. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എ ടു ബി ലിമിറ്റ് കൂടി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ചെയ്യേണ്ട വർക്കാണ് ഈ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത്. അതിന് നമുക്ക് ഡബ്ല്യു ബി എ എന്ന് കൊടുക്കാം. വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്റ്റ് ടു ബി ഫ്രം എ ആണ് കേട്ടോ, ടു ബി ഫ്രം എ. നോക്കുക, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്റ്റ് ഫ്രം എ ടു ബി, ദാറ്റ് ഈസ് ഡബ്ല്യു ബി എ. അപ്പൊ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും നോക്ക്. ഇവിടെ കെ ബി മൈനസ് കെ എ ഈക്വൽ ടു ഡബ്ല്യു ബി എ എന്ന് വരും അല്ലെ. ഇത് തന്നെയാണ് വർക്ക് എനർജി തിയറം. കെ ബി ഫൈനൽ കൈനറ്റിക് എനർജി, കെ എ ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ഡബ്ല്യു ബി എ വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്റ്റ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് എന്താണ്, കൈനറ്റിക് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് പോയിന്റ്സ്. ആ രണ്ട് പോയിന്റ്സിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി ഇനീഷ്യൽ കൈനറ്റിക് എനർജി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ ആ രണ്ട് പൊസിഷൻസിന്റെ കൈനറ്റിക് എനർജി ഡിഫറൻസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് എപ്പോഴും എന്തായിരിക്കും, ആ വർക്ക് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഏതൊരു പോയിന്റിൽ നിന്ന് ഏതൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാനാണോ ആ രണ്ട് പോയിന്റിന്റെ കൈനറ്റിക് എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ വർക്ക് എനർജി തിയറം എന്താ പറയുന്നത്, വർക്ക് എനർജി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് വർക്ക് ഡൺ ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി ഈസ് ആൾവേസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് പോയിന്റ്സ്. ആ രണ്ട് പോയിന്റ്സിന്റെ കൈനറ്റിക് എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും ആ പോയിന്റുകൾക്കിടയിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യിപ്പിക്കാൻ ചെയ്യേണ്ട വർക്ക് എന്നുള്ളതാണ് വർക്ക് എനർജി തിയറം പറയുന്നത്. ഇതുകൂടി ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ചോട്ടിൽ കാണിക്കണം. കെ ബി മൈനസ് കെ എ ഈക്വൽ ടു ഡബ്ല്യു ബി. കെ ബി ഫൈനൽ കൈനറ്റിക് എനർജി, കെ എ ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ഡബ്ല്യു ബി എ വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്റ്റ് ഫ്രം എ ടു ബി. ഓക്കെ, അപ്പോഴാണ് അത് വർക്ക് എനർജി തിയറം കംപ്ലീറ്റ് ആവുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എഴുതുക, ഇക്വേഷൻ എഴുതുക, ഇതിൽ ഓരോ സംഗതികളും എന്താണെന്ന് കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വെർട്ടിക്കൽ മോഷൻ ഇൻ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന ഫോഴ്സസ് നമുക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂളം ഫോഴ്സും ഒക്കെയാണ്. എന്താണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ? ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന രണ്ട് ഒബ്ജക്റ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ആ ഫോഴ്സ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെയാണല്ലോ. ഓക്കെ, ഈ ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ objects between which it is experienced, that force is said to be obey inverse square law. Gravitational force and Coulomb force are examples for forces which obey inverse square law. Inverse square law obey ചെയ്യുന്ന ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ നമ്മുടെ Coulomb ഫോഴ്സും. അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ ഇപ്പോൾ എർത്തിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എം ആണ്. സ്മോൾ എം മാസ് ഉള്ള മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം GMM/r². അല്ലേ, GMM എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റൻസ് ആയിരിക്കും. പിന്നെ അവിടെ 1/r² ആണ് വരുന്നത് അല്ലേ, വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ 1/r² ഇൻവേഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എഫ്, മീൻസ് എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r², ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് എന്ന് നമുക്ക് കിട്ടുന്നു. കൂളം ഫോഴ്സ് ആണെങ്കിലും അറിയാം 1/4πε0 q1 q2/r². അവിടെയും ഡിനോമിനേറ്ററിൽ ഒരു r² ഉണ്ട്. അപ്പോൾ കൂളം ഫോഴ്സും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ് അവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് സ്ക്വയറിൽ ഒബേ ചെയ്യുന്ന ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു റീജിയനെ നമുക്ക് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എന്ന് വിളിക്കാം. അപ്പോൾ ആ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിൽ ഒരു ഒബ്ജക്റ്റ്
വെർട്ടിക്കൽ മോഷനിലാവുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. വെർട്ടിക്കൽ മോഷൻ ആകുമ്പോൾ അതൊരു 1 ഡയമെൻഷണൽ മോഷൻ ആണല്ലോ. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇക്വേഷനൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 MVB സ്ക്വയർ മൈനസ് 1/2 MVA സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഫോഴ്സസ് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. Their magnitude is inversely proportional to square of the distance between objects between which they are experienced. ഒരു ഫോഴ്സ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന എന്ന് ഇപ്പോൾ പറയുന്നത് ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒബ്ജക്ട്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിലാണ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് കൂളം ഫോഴ്സ് ആർ സച്ച് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂളം ഫോഴ്സും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന ഫോഴ്സസ് ആണ്. ഓക്കെ, റീജിയൻസ് വേർ സച്ച് ഫോഴ്സസ് എക്സ്പീരിയൻസ് നോൺ ആസ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്. ഈ ഇൻവേഴ്സ് സ്ക്വയറിൽ ഒബേ ചെയ്യുന്ന ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനെ നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഫോഴ്സ് അനുഭവപ്പെടുന്ന റീജിയനാണ് നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കുക ഫിസിക്സിൽ അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, കൂളം ഫോഴ്സ് ആണ് അനുഭവപ്പെടുന്നതെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് വിളിക്കുക. മാഗ്നറ്റിക് ഫോഴ്സ് ആണ് അനുഭവപ്പെടുന്നതെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ ഇൻവേഴ്സ് സ്ക്വയറിൽ ഒബേ ചെയ്യുന്ന ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനെ നമ്മൾ ജനറലായിട്ട് വിളിക്കുക ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് കൺസിഡർ ചെയ്യുന്നത്. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൺസിഡർ ചെയ്തിരിക്കുന്നു. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ എം മാസുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയോ, വെർട്ടിക്കലി അപ്വേർഡ്സ് V0 ഇനീഷ്യൽ വെലോസിറ്റിയിൽ ത്രോ ചെയ്യുകയാണ്. അങ്ങനെ ത്രോ ചെയ്തിട്ട് അത് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് R അകലെയുള്ള ഒരു പോയിന്റിൽ എത്തി. ആ പോയിന്റിൽ എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി V ആണ് എന്ന് കരുതുക. അതൊരു മാക്സിമം ഹൈറ്റ് ആണെങ്കിൽ അവിടെ വെലോസിറ്റി 0 ആവും, അത് വേറെ കാര്യം. ഓക്കെ, അവിടെ എത്തുമ്പോൾ താഴത്തേക്ക് വരാൻ അല്ലേ, അവിടെ വെലോസിറ്റി ഒന്ന് 0 ആവുമല്ലോ. അവിടെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഫൈനൽ പൊസിഷനിൽ അതിൻ്റെ വെലോസിറ്റി നമ്മൾ V എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹിയർ ഒബ്ജക്റ്റ് ഓഫ് മാസ് M ഈസ് ത്രോൺ അപ്വേർഡ്സ് ഇൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, 1 ഡയമെൻഷണൽ മോഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/2 MVB സ്ക്വയർ മൈനസ് 1/2 MVA സ്ക്വയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻ്റഗ്രൽ എ എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷനാണ്. ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസ് ആണ് അല്ലേ. എർത്തിൻ്റെ സർഫസ് എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടേക്കുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസിന് ഈക്വലാണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഇവിടെ റേഡിയസ് ഓഫ് ദി എർത്ത് RE ആണ് വരുന്നത്. പിന്നെ ഫൈനൽ പൊസിഷനാണ് ബി. ആ ബി എന്ന് പറയുന്നത് ഇവിടെ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ഫൈനൽ പൊസിഷനിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് R എന്നാണ്. അപ്പോൾ R ആണ് ഇവിടെ ബി വരുന്നത്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് നമ്മൾ R കൊടുത്തു. പിന്നെ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ആറിൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതുന്നതിന് പകരം എഫ് ഓഫ് ആർ ഡി ആർ എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 MVB സ്ക്വയർ. VB എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. ഫൈനൽ വെലോസിറ്റി ഇവിടെ V ആയതുകൊണ്ട് 1/2 MV സ്ക്വയർ ആയി, മൈനസ് 1/2 MVA സ്ക്വയർ ആണ്. VA ഇവിടെ നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ വെലോസിറ്റി V0 ആണ് അല്ലേ, V0. അപ്പോൾ 1/2 MV0 സ്ക്വയർ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇൻ്റഗ്രൽ RE ടു ആർ എഫ് ഓഫ് ആർ ഡി ആർ ഇസ് ഈക്വൽ ടു 1/2 MV സ്ക്വയർ മൈനസ് 1/2 MV0 സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇനി ഇവിടെ നോക്കുക, എഫ് ഓഫ് ആർ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് മൈനസ് GMM/R സ്ക്വയർ ആണ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഐസക് ന്യൂട്ടൺ പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് എഫ് ഓഫ് ആർ മൈനസ് GMM/R സ്ക്വയർ ആണ്. ആ എഫ് ഓഫ് ആറിൻ്റെ സ്ഥാനത്ത് അപ്പോൾ നമുക്കത് കൊടുക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ RE ടു ആർ മൈനസ് GMM/R സ്ക്വയർ ഡി ആർ ഇസ് ഈക്വൽ ടു 1/2 MV സ്ക്വയർ മൈനസ് 1/2 MV0 സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ മൈനസ് GMM കോൺസ്റ്റൻ്റ് ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. മൈനസ് GMM ഇൻ്റഗ്രൽ RE ടു ആർ 1/R സ്ക്വയർ ഡി ആർ ഇസ് ഈക്വൽ ടു 1/2 MV സ്ക്വയർ മൈനസ് 1/2 MV0 സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇനി നോക്കുക, മൈനസ് GMM ഇൻ്റഗ്രൽ 1/R സ്ക്വയർ നമുക്കറിയാം മൈനസ് 1/R ആണ് കിട്ടുക അല്ലേ. മൈനസ് 1/R ലിമിറ്റ് അപ്ലൈ ചെയ്യുക RE ടു ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 MV സ്ക്വയർ മൈനസ് 1/2 MV0 സ്ക്വയർ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, അപ്പോൾ അത് GMM ആയി. GMM ഇസ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായി 1/R മൈനസ് 1/RE ആയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 MV സ്ക്വയർ മൈനസ് 1/2 MV0 സ്ക്വയർ. ഇനി ഇവിടെ നോക്കുക, മാക്സിമം ഹൈറ്റിൽ എത്തി, ഫൈനൽ പൊസിഷൻ മാക്സിമം ഹൈറ്റ് ആണ് എന്ന് കരുതുക. മാക്സിമം ഹൈറ്റിൽ V എത്രയാണ്, 0 ആണ് അല്ലേ. അപ്പോൾ മറ്റേ മാക്സിമം ഹൈറ്റ് V is equal to 0, R is equal to R max ആകുമ്പോൾ അപ്പോൾ V is equal to എത്ര കൊടുക്കണം, 0. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും നോക്ക്, GMM മാക്സിമം ആയതുകൊണ്ട് 1/R max മൈനസ് 1/R is equal to ഇവിടെ V0 ആയതുകൊണ്ട് ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ, മൈനസ് 1/2 MV0 സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഈ മൈനസ് 1/2 M LHSലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതെന്ത് വരും, മൈനസ് 2/M ആവും അല്ലേ. മൈനസ് 2/M, ആ എമ്മും കട്ട് ചെയ്ത് പോവും. ഈ -2 മൈനസ് ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ 1/R മാക്സ് മൈനസ് 1/RE തിരിഞ്ഞിട്ടുണ്ടാവും 1/RE മൈനസ് 1/R മാക്സ് ആവും. അപ്പോൾ പിന്നെ അവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ എന്ത് വരും, മൊത്തത്തിൽ V0 സ്ക്വയർ ഇസ് ഈക്വൽ ടു, RHSൽ V0 സ്ക്വയർ മാത്രമാണ്, V0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2GM
1/RE മൈനസ് 1/R മാക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് V0² is equal to 2gm 1/RE മൈനസ് 1/R മാക്സ്. ഇവിടെ V0 ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ത്രോ ആണ്, G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് 6.627 × 10⁻12 ആണെന്നൊക്കെ നമുക്കറിയാം. ഇനി M നമുക്കറിയാം മാസ് ഓഫ് ദ എർത്ത് ആണ്. ഓക്കെ, RE റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്, R മാക്സ് മാക്സിമം ഹൈറ്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ടു ദ മാക്സിമം ഹൈറ്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ നമ്മൾ ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദ എർത്ത് കഴിഞ്ഞാൽ സ്പേസിലേക്ക് എത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മാക്സിമം ഹൈറ്റ് എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. അതായത് R മാക്സ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മിനിമം വെലോസിറ്റിയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുക. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിനിമം വെലോസിറ്റി ടു റീച്ച് ഒബ്ജക്റ്റ് ബിയോണ്ട് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അതാണ് ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോകാൻ വേണ്ട അല്ലേ, ആ കുറഞ്ഞ വെലോസിറ്റിയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുക. അപ്പോൾ ആ എസ്കേപ്പ് വെലോസിറ്റി ഈ V0² എന്നുള്ളത് മാറിയിട്ട് എന്താവും? അപ്പോൾ അത് V_escape² ആയിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ അതിനനുസരിച്ചിട്ട് മാറും. അപ്പോൾ നോക്കുക, ഇഫ് വി ഹാവ് ടു റീച്ച് ഒബ്ജക്റ്റ് ബിയോണ്ട് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് R max is equal to infinity and the corresponding initial velocity of throw known as escape velocity. അപ്പോൾ ആ സമയത്തുള്ള ആ ഒരു അതിന് ആവശ്യമായിട്ടുള്ള മിനിമം വെലോസിറ്റിയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ V0 എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? V_escape ആയിട്ട് മാറി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? V0² എന്നുള്ളതിന് പകരം എന്താവും? V_escape² is equal to 2gm 1/RE മൈനസ് 1/infinity എന്നായിട്ട് മാറി. 1/infinity 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ V_escape² is equal to 2gm/RE എന്നായിട്ട് മാറും. അപ്പോൾ V_escape is equal to escape velocity is equal to square root of 2gm/RE എന്ന് വരും. ഞാൻ എന്ത് ചെയ്യാന്നറിയോ? ഈ റൂട്ടിനകത്ത് RE കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, RE കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? V_escape is equal to square root of 2gm/RE² into RE എന്ന് വരും. ഈ gm/RE² നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് ആണ്, G ആണ്, സ്മോൾ g ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ ഇവിടെ 2 ഉണ്ട്, ഇതിൻ്റെ സ്ഥാനത്ത് സ്മോൾ g വരും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2gRE എന്ന് വരും അല്ലേ. G 9.8 m/s² ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്. RE എന്ന് പറയുന്നത് 6.4 × 10⁻6 മീറ്റർ ആണ് റേഡിയസ് ഓഫ് ദ എർത്ത്. അപ്പോൾ അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. G 9.8 RE 6.4 × 10⁻6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി ഇൻ എർത്ത്സ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കിട്ടും. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് സ്പേസിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ എത്തിക്കാൻ ഒബ്ജക്റ്റ് ലോഞ്ച് ചെയ്യേണ്ട ആ ഒരു മിനിമം വെലോസിറ്റി നമുക്ക് കിട്ടും 1.1 × 10⁻4 m/s ആണ്. ഓക്കെ, അല്ലെങ്കിൽ 11 km/s ആണ്. അപ്പോൾ 11 km/s വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് വെർട്ടിക്കലി അപ്വേർഡായിട്ട് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദ എർത്തൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് സ്പേസിൽ എത്തും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ. ഇനിയൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഒബ്ജക്റ്റിനെ M മാസുള്ളൊരു ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ മിനിമം എത്ര എനർജി വേണമെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്. മിനിമം എത്ര എനർജി വേണമെന്നുള്ളത്. അപ്പോൾ മിനിമം എനർജി കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്കറിയാം, ½ ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ആ വിയുടെ സ്ഥാനത്ത് നമ്മൾ V എത്ര വേണം? എസ്കേപ്പ് വെലോസിറ്റി ആവണം. അപ്പോൾ ½ V_escape² ചെയ്താൽ മതി. അപ്പോൾ ½ m × മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് കൊടുക്കുക, പിന്നെ 1.1 × 10⁻4 സ്ക്വയറും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മിനിമം എനർജി റിക്വയർഡ് ടു റീച്ച് ദ ഒബ്ജക്റ്റ് ഓർ സെൻഡ് ദ ഒബ്ജക്റ്റ് ബിയോണ്ട് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദ എർത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.